ഇനിയൊരു ചർച്ച ഉണ്ടാകാതിരിക്കട്ടെ, ജനങ്ങളിൽ രാഷ്ട്രീയക്കുഴപ്പമുണ്ടാകാതിരിക്കട്ടെ. 26/12/24 ഉത്തരവാണ് ഇതിൻ്റെ തടസ്സമെങ്കിൽ ആ ഉത്തരവ് അല്ല ഇനി വരുന്നത്. ജനങ്ങൾക്ക് അതിലൂടെ ആശങ്കകളും അതിൻ്റെ വ്യാഖ്യാനവും സദുദ്ദേശത്തോടെയാണ് കൊണ്ടുവന്നതെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഗവൺമെൻറ് ആ കാര്യത്തിൽ മാറ്റം വരുത്തുന്നു. ഉചിതമായ തീരുമാനം കൂടിയാലോചിച്ച് ജനങ്ങൾക്ക് ദ്രോഹമില്ലാത്തതും ബുദ്ധിമുട്ടില്ലാത്തതും വിധത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കാനും ഡാമുകളെ സംരക്ഷിക്കാനും ഉതകുന്ന വിധത്തിൽ നമുക്ക് രൂപപ്പെടുത്താം. അതുകൊണ്ട് ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നാണ് ഗവൺമെൻറ് അഭിപ്രായം. സാറേ, ഇത് വളരെ ഗുരുതരമായ വിഷയമാണ്. മന്ത്രി ഇത് മോഡിഫൈ ചെയ്യുന്നതാണ് പറയുന്നത്. ബാക്കിയെല്ലാം സംസാരിച്ചതൊക്കെ ബാക്കിയുള്ള പട്ടയ പ്രശ്നങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് വളരെ ഗൗരവതരമായ വിഷയമാണ്. കാരണം കേരളത്തിൽ ഈ ഡാമുകളെല്ലാം നിലവിൽ വന്നിട്ട് എത്ര വർഷങ്ങളായി? അർത്ഥം 26/12/24 ഉത്തരവ് തന്നെ ഇല്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ്. മതിയായ ആലോചനകളോടുകൂടി ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ അക്കാര്യത്തിൽ തീരുമാനമെടുക്കാം. അതിൻ്റെ കാരണം നാളിതുവരെ കേരളത്തിൽ ഈ പറയപ്പെടുന്ന ഏരിയയിൽ ഒരു നിർമ്മിതിക്കുള്ള അപേക്ഷ പോലും ഇല്ല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രദേശത്തെ MLA-മാരായിട്ട് കൂടി വേണമെങ്കിൽ കൂടിയാലോചിച്ച് നമുക്ക് കോമൺ ഒരു സംരക്ഷണം ആവശ്യമുള്ള മേഖല നിർത്താം. അതുകൊണ്ട് 26/12 ഉത്തരവ് നിലനിൽക്കുമെന്ന് അർത്ഥം ഉണ്ടാകേണ്ട കാര്യമില്ല. പ്രശ്നം പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഈ ഡാമുകൾ നിലവിൽ വന്നിട്ട് എത്രയോ വർഷങ്ങളായി ഇതുവരെ ഇല്ലാത്തൊരു റെസ്ട്രിക്ഷനാണ് ഇപ്പോൾ ഈ 26/12 ഉത്തരവിലൂടെ 24 ഉത്തരവിലൂടെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മുടെ ഡാമുകളെല്ലാം വൃഷ്ടിപ്രദേശം മുഴുവൻ ജണ്ട കെട്ടി തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഇടുക്കിയിലെ ഈ ഡാമിൻ്റെ പരിസരത്ത് ഇവിടെ പട്ടയം കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്താ തീരുമാനം? പണ്ട് 2006 ഗവൺമെൻറ്, അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് എടുത്ത തീരുമാനം, ജണ്ട കെട്ടിയ പ്രദേശത്ത് ഒരു കാരണവശാലും പട്ടയം കൊടുക്കാൻ പാടില്ല. ഈ ഡാമുകളുടെ ജണ്ട കെട്ടിയിരിക്കുന്നതിൻ്റെ പുറത്തേക്കുള്ള സ്ഥലത്ത് പട്ടയം കൊടുക്കുക. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട് അത് തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു. പിന്നെ എന്തിനാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഈ ഇടുക്കി ജില്ലയിലെ ഡാമിൻ്റെ ജണ്ട കെട്ടിയതിന് അപ്പുറത്തേക്ക് തൊട്ടപ്പുറത്തേക്ക് പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചു? 10 ജയിലിലും 3 ജയിലിലും ഒക്കെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചു. പട്ടയം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വെറുതെ ആരെങ്കിലും പേരിൽ സ്ഥലം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് വീട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ പട്ടയം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഈ കേരളത്തിലെ എല്ലാ ഡാമുകളുടെ സ്ഥലത്തും ഈ 20 മീറ്റർ വരെയുള്ള പ്രദേശം ബഫർ സോണും പിന്നീടുള്ള 100 മീറ്റർ ചുറ്റളവ് NOC-മായിട്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഈ 10 സെന്റിൽ താഴെയുള്ള ഒരാൾക്ക് അവിടെ പിന്നെ എവിടെ പോയി വീട് വയ്ക്കും? ആയിരക്കണക്കിന് ആളുകളുണ്ട് ഇതിൻ്റെ അകത്ത്. ൊന്നും എതിരായിട്ടുള്ള സമീപനമല്ല ഞാനിവിടെ സംസാരിച്ചത്. 10 സെന്റിൽ ഭൂമി വെക്കുന്നതിനെ കുറിച്ചുള്ള തടസ്സത്തെക്കുറിച്ചും ബാധകമല്ല. അവിടെയാണല്ലോ പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചത് 10,000-കണക്കിന് കുടുംബങ്ങൾക്ക്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ എന്താണ് ഉണ്ടായത്? ഡാം സേഫ്റ്റി ആക്ട് നിലവിൽ വന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന സബ്ജക്റ്റ് ഇല്ലാതെ പോയി. അപ്പോൾ ഒരു ഗ്യാപ്പ് നിന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു നോംസ് വേണം. ഇപ്പോൾ PWD റോഡാണെന്നിരിക്കട്ടെ, PWD റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം പട്ടയഭൂമിയാണെങ്കിലും കെട്ടിട നിർമ്മാണത്തിൻ്റെ പെർമിറ്റ് കൊടുക്കുമ്പോൾ ആ PWD നോംസിൻ്റെ NOC-ക്ക് അടിസ്ഥാനത്തിലല്ലേ കൊടുക്കാൻ പറ്റൂ. എന്തെങ്കിലും ഒരു കണ്ടീഷൻ വേണമല്ലോ. അത് നമുക്ക് പറയട്ടെ, അത് എന്തെങ്കിലും നമുക്ക് ആലോചിക്കാം. അതിനെക്കുറിച്ച് തർക്കമില്ല. പിന്നെ കേരളത്തിലെ എല്ലാ ഡാമുകളും ഒരേ സ്ഥിതിയിലല്ലല്ലോ. പാരിസ്ഥിതികമായ പ്രശ്നങ്ങളും വിഷയങ്ങളും പല വിധത്തിൽ ബാധിക്കും. അതുകൊണ്ട് പൊതുവായി ഈ 26-ൽ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് സാക്ഷി ചെയ്യുന്നു എന്താണ് വേണ്ടത്. ജനങ്ങൾക്ക് ആശയക്കുഴപ്പം ആശങ്കയില്ലാതെ ചെയ്യുന്നതിന് ഈ ജസ്റ്റിസ് രാമേന്ദ്രൻ നായരെ വെച്ചത് അതിൻ്റെ പേരിലാണ്. ആക്ട് പോയപ്പോൾ നമുക്ക് മറ്റൊന്നില്ല. അപ്പം അതിനൊരു കൺസേൺ വേണമല്ലോ എന്തെങ്കിലും. അങ്ങനെ ഒരു നിലയില്ലാതെ ഇന്ന് ഒരിടത്തും നിർമ്മാണം നടക്കുന്നില്ലല്ലോ. ഇതിനോട് ഒരു വിയോജിപ്പും ഇല്ല. ഗവൺമെൻറ് തത്വത്തെ നിങ്ങൾ പറഞ്ഞ കാര്യത്തോട് യോജിക്കുക മാത്രമാണ് ചെയ്തത്. ഒരാശയവും കുഴപ്പം ഉണ്ടായ സ്ഥിതിയിൽ അത് പരിശോധിക്കാനും തീരുമാനമെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളൊരു കൺഫ്യൂഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒന്ന്, ഞങ്ങളിവിടെ ഉന്നയിച്ച ആവശ്യം 100% ശരിയാണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഗവൺമെന്റും സമ്മതിച്ചു. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ബിൽഡിംഗ് റൂൾസ് അവിടെ ആപ്ലിക്കബിൾ അല്ലേ? PWD റോഡിന്റെ സൈഡിൽ ഡാമിന്റെ അടുത്താണെങ്കിലും പണിയാൻ പറ്റുമോ? ആ റൂളൊക്കെ എല്ലായിടത്തും ബാധകമാണ്. ഈ ഡാമിന്റെ പരിസരത്ത് വീട് വയ്ക്കുമ്പോൾ ബിൽഡിംഗ് റൂൾസ് ആപ്ലിക്കബിൾ ആണ്. PWD റോഡിന്റെ അടുത്ത് വീട് വയ്ക്കുന്നതൊക്കെ ആപ്ലിക്കബിൾ ആണ്. ഇങ്ങനെ ഒരു ഓർഡർ നിലനിൽക്കുമ്പോൾ, ഞാൻ എൻ്റെ ഒരു പ്രായോഗിക കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. ഈ ഓർഡർ നിലനിൽക്കുമ്പോൾ ഇത് ഉദ്യോഗസ്ഥന്മാർ ദുർവ്യാഖ്യാനം ചെയ്യാണ്. ഒരു ഉറപ്പ് വന്നാൽ മതി, ഈ ഓർഡർ പിൻവലിക്കും എന്നൊരു ഉറപ്പ് വന്നാൽ മതി. അല്ലേ? പറഞ്ഞാൽ മതി അല്ലേ? 12/24 ഇറക്കിയ ഉത്തരവ് ആശങ്കകളും ആശയക്കുഴപ്പവും സൃഷ്ടിക്കുന്നതാണെന്ന് ബോധ്യം വന്ന സ്ഥിതിയിൽ ആ ഉത്തരവ് നടപ്പാക്കിയാല.
ആൻസർ ഈസ് ക്ലിയർ. അതിനനുയോജ്യമായ കാര്യങ്ങൾ കൂടിയാലോചിച്ച് ചെയ്യാം. ഇത് രണ്ടും നേരത്തെ പറഞ്ഞതാണ്. ഈസ് ഓൾറെഡി സ്റ്റേറ്റഡ്. സർ നേരത്തെ പറഞ്ഞില്ല, നേരത്തെ അത് പരിഷ്കരിക്കാന്ന് പറഞ്ഞത്. ആ ഉത്തരവ് പിൻവലിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ, അത് നടപ്പാക്കൂലെന്ന്. ഉത്തരവ് പിൻവലിക്കണം. ആ ഉത്തരവ് നിലനിന്ന് കഴിഞ്ഞാൽ നമ്മൾ നടപ്പാക്കൂല എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ ഗവൺമെന്റ് ഇഷ്യൂ ഉത്തരവ് പിൻവലിക്കുമെന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റുമോ? ആ അത് ക്ലിയർ ആണ്. ഞങ്ങൾ സമ്മതിച്ചു. ഓക്കെ.